വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനൂസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കായിരുന്നു കേട്ടോ. ഞാൻ ലോങ് വീഡിയോ അധികം ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്കൂളിൽ ലീവുമാണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാറുണ്ട്. രാവിലെ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി സിറ്റ് ഔട്ടിക്ക്. അപ്പോൾ നല്ല മഴ വരുന്നത് കണ്ടു. എന്നിട്ട് ഞാൻ അകത്തേക്ക് കയറി അടുക്കളയിലേക്ക് പോയി. എന്താ ചായക്ക് കടിയെന്നൊക്കെ നോക്കി. പുട്ടാണ് ഗൈസ്, പുട്ട്. ഇപ്പോൾ പുറത്ത് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു റൈനി ഡേ ആണ് തോന്നുന്നു. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുട്ടിൻ്റെ മുകളത്തെ ഈ തേങ്ങകളൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അത് ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്ത് കളയും. ഇതെനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമുള്ളതുകൊണ്ട് പുട്ടിൻ്റെ അടിയിലൊന്നും തേങ്ങ ഇടൂല. അങ്ങനെ നീയ ഓളെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ കുടിരിക്കലിന് പോവുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുകയാണ്. ഓൾക്ക് ഏതാ ഡ്രസ്സ് രണ്ട് കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുകയാണ്. പുട്ടിന് പിന്നെ കറി ഉണ്ടായിരുന്നു, കിഴങ്ങ് കറിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പത്തിനും നീയൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞിരുന്നു. ഓള് പോവുക കേട്ടോ. ഓൾക്ക് ബസ് വരാറായിക്കണു പറഞ്ഞ് വേഗം ഓടുകയാണ്. പുറത്താണെങ്കിൽ നല്ല മഴ കേട്ടോ. എന്നിട്ട് കുട പോലും എടുക്കാതെ പോകണം. അതിന് മടി നല്ലോണം ഓൾക്ക് കേൾക്കണമുണ്ട്. അങ്ങനെ ഓള് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിവിടേക്ക് മീൻകാരൻ വന്നിട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് വരുന്നത്. ഉമ്മാക്കും നീക്കൊക്കെ മീൻ തിന്നാൻ പൂതിയായിക്കണു. എനിക്ക് പിന്നെ മീൻ ഇഷ്ടമല്ല. ഞാൻ മീൻ കഴിക്കാറില്ല. ചില മീനുള്ളൂ ഞാൻ കഴിക്കാം. എനിക്ക് ചിലത് ഇഷ്ടമല്ല. ഞങ്ങൾ മീൻ വാങ്ങാൻ പോയി. കരിമീൻ, കട്ട്ല, അങ്ങനത്തെ എന്തൊക്കെ മീനായിരുന്നു. പിന്നെ ഇയാളിൽ ബീഫും ഉണ്ടായിരുന്നു. എന്നിട്ട് കരിമീൻ വാങ്ങി പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. പിന്നെ എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ തുടക്കുക, അടിച്ചോരുക, ഇതൊക്കെ തന്നെ. മോൾക്ക് ഇപ്പോൾ തുണികൾ തോരടാൻ വേണ്ടി പോവുകയാണ്. പിന്നെ മോള് നേരാക്കുകയൊക്കെ വേണം. പിന്നെ ഫസ്റ്റ് തുണികൾ ഇവിടെ കൊടുന്ന് വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് തോരടാം, നമുക്ക് സമയമുണ്ടല്ലോ. എന്നിട്ട് പിന്നെ ഞാൻ റൂമിലേക്ക് വന്നു. ഇതാണ് ഗൈസ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച നേരാക്കി വെച്ചതായിരുന്നു. ഈ ആഴ്ച ആകുമ്പോഴത്തേനും ഇങ്ങനെ ആയി. ഞാനിന്ന് നേരാക്കി വെക്കും. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും വീണ്ടും ഇതുപോലെ ആകും. എന്താല്ലേ. എന്നിട്ട് ഞാനൊക്കെ പടം മടക്കി റെഡിയാക്കി വെച്ചു. പക്ഷേ അത് വന്ന് വീണ്ടും വലിച്ചിട്ടു. മക്ക എന്തൊക്കെയായിരുന്നു ഈ പെട്ടിന്ന് മുണ്ട എന്തൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ വക ഉമ്മ പിന്നെയും മടക്കി വെച്ച് വൃത്തിയാക്കി വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ പോയി തിരുമ്പിയ ഡ്രസ്സുകൾ തോരട്ടു. അങ്ങനെ തുണികളൊക്കെ തോരട്ടു. ഇതാ ഞങ്ങളെ പെരൻ്റെ ബാക്ക്. ഫുൾ ഡബ്ബറാട്ടോ. മുന്നിലില്ല. മുന്നത്തെ ഏകദേശം ഫുൾ വെട്ടിക്കളഞ്ഞു. ബാക്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ ഒരു 3 വാഴയും കൂടി കുഴിച്ചിട്ടുണ്ട്. അത് എൻ്റെ മൂത്താപ്പ കുഴിച്ചിട്ടതാണ്. പിന്നെ ഇങ്ങോട്ട് വെള്ളം വരാതിരിക്കാനാണ് ഈ ഷീറ്റൊക്കെ കെട്ടിക്കണത്. അങ്ങനെ റൂം ഫുള്ള് ഉമ്മ ക്ലീൻ ചെയ്തു കേട്ടോ. ഫുൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചു. എല്ലാതും സെറ്റാക്കി നേരെ വെച്ചെന്നു. ഇനി ഇത് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേന് ഞങ്ങൾ വീണ്ടും പരത്തും. അങ്ങനെ ഒക്കെ നേരാക്കി തന്ന് ഉമ്മ ആ റൂം അടിച്ചോരിത്തരും ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ ഞാനോട് അടിച്ചേരി. ആ സമയം കൊണ്ട് ഞാൻ താഴെ പോയി തുടപ്പെടുത്ത് മോൾക്ക് വന്നു. താഴത്ത് വന്നപ്പോൾ അമ്മ ചോറ് തിളച്ചിക്കണമെന്നും കൂടി നോക്കാൻ പറഞ്ഞിരുന്നു. അതും നോക്കി. പിന്നെ അടുക്കളത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഉമ്മ മോളെ നേരാക്കാൻ വന്നുകൊണ്ട് പിന്നെ ഇന്ന് കുറച്ച് വൈകിട്ടല്ലേ എണീച്ചിരിക്കണമെന്നില്ലേ. അങ്ങനെ എന്നിട്ട് ഞാൻ തുടപ്പൊക്കെ എടുത്ത് മുകളിലോട്ട് പോവുകയാണ്. അങ്ങനെ അടിച്ചോരലൊക്കെ കഴിഞ്ഞ് തുടക്കൽ തുടങ്ങി. പാട്ടും കേട്ടാണ് ഞാൻ തുടക്കുക. അത് വലിയൊരു വീക്ക്നെസ്സാണ്. ഞാൻ എന്ത് പഠിക്കുമ്പോഴും പാട്ട് കേൾക്കും. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്കിത് പണിയൊക്കെ വേഗം ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ എപ്പോഴും എന്ത് പഠിക്കുമ്പോഴും പാട്ട് കേൾക്കും. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ കേട്ട് തുടക്കൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനി അടുക്കള രണ്ടോട്ട് തുടക്കാൻ. അടുക്കളയ്ക്ക് വന്നപ്പോൾ ഉമ്മ എന്തോ ചീരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാണ്ടാക്കിയിരുന്നു. ഉമ്മാൻ്റെ അടുക്കളത്തെ പണികളൊന്നും അധികം കഴിഞ്ഞിരുന്നില്ല. പിന്നെ നേരത്തെ വാങ്ങിയ കരിമീൻ മസാല കൂട്ടി വെച്ചിരിക്കണു പൊരിക്കാൻ. അങ്ങനെ ഉമ്മാൻ്റെ അടുക്കളപ്പണി ഞാൻ വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചായയും ബ്രെഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതിന് മൂത്താപ്പയും ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ മൂത്തപ്പാക്കും ഫുഡ് കൊടുത്തു. അവിടെ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് പോവുക പറഞ്ഞു. അങ്ങനെ ഞാൻ തുടക്കലും എല്ലാതും കഴിച്ചിട്ട് പിന്നെ ചക്ക തിന്നാനിരുന്നു.
ഫുൾ തീറ്റയും സത്യം പറഞ്ഞ. അങ്ങനെ ചക്ക തിന്നു. ഇതെല്ലാം മധുരമുള്ള ചക്കയായിരുന്നു. അങ്ങനെ അത് തിന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കൂടി ഇടുന്ന ചെരുപ്പ് കഴുകി വെച്ചു. അത് എന്നിട്ട് കഴുകിയിട്ട് ഉണക്കാൻ വെക്കണത് സിറ്റ് ഔട്ടിലാട്ടോ, പുറത്തൊന്നല്ല. അങ്ങനെ അത് അവിടെ ഉണക്കാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയി. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നല്ല മഴയുണ്ടെന്ന്. അപ്പോൾ നാളെ ഇനി സ്കൂൾ ഉണ്ടാവുമെന്നാവും ഇങ്ങനെ മഴ പെയ്ത. ലീവ് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ കുളി കഴിഞ്ഞ് മുടിയൊക്കെ തോർത്തി ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് കൂട്ടാൻ മീനാ കണ്ടപ്പോൾ മൂഡ് ഫുള്ള് പോയി. അങ്ങനെ ഞാൻ കിഴങ്ങ് പൊരിക്കാതിരുന്നിട്ടോ. എനിക്ക് ഉമ്മാക്കും നീയൊക്കെ ഇത് ഇഷ്ടമാണ്. പിന്നെ നീ അന്ന് ഇവിടെ ഇല്ലല്ലോ, ഉള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽ കഴിക്കണം. അപ്പോൾ ഞാൻ കിഴങ്ങ് പൊരിക്കണത് എനിക്ക്. പിന്നെ ഞാൻ കിഴങ്ങിൻ്റെ തോലൊക്കെ പീൽ ചെയ്തു കളഞ്ഞു. എന്നിട്ട് ഞാൻ റൗണ്ടിലാട്ടോ ഫസ്റ്റ് കട്ട് ചെയ്ത്. എന്നിട്ട് പിന്നെ ഞാനത് നീളത്തേക്കാക്കി, റൗണ്ട് വേണ്ട കരുതി. അങ്ങനെ കിഴങ്ങ് കട്ട് ചെയ്ത് കഴുകി. ഞാൻ അതിൽ വെറും ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ വെള്ളത്തിലും കൂടി ഇട്ടേക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇത് വരും, ഒരു ക്രിസ്പിനെസ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എനിക്ക് പിന്നെ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാണ്. ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെയൊക്കെ ഒരു ഇതാക്കാറിട്ടത് നീളത്തിലും. പിന്നെ വലിയ കളറൊന്നും ഉണ്ടാവില്ല. നമ്മൾ മസാലകളൊന്നും അധികം ചേർക്കണില്ലല്ലോ. തുള്ളി മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പ് ഞാൻ നല്ലോണം ചേർക്കും. എനിക്ക് ഉപ്പ് നല്ലോണം വേണം. അപ്പോൾ ഞാൻ നല്ല ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ കിഴങ്ങ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേന് അതാകുമ്പോഴത്തേന് ഞാൻ ചോറ് വിളമ്പിയൊക്കെ കരുതി. എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് ഇന്ന് ഫുള്ള്. പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ല. കറി എനിക്ക് ഇഷ്ടമല്ല വല്ലാതെ. അപ്പോൾ കറി അധികം അങ്ങനെ ഉണ്ടാക്കലില്ല. പിന്നെ കിഴങ്ങും ചോറുമാണ് കഴിക്കണത്. പിന്നെ അച്ചാറുണ്ട് കേട്ടോ, പക്ഷെ അതും ഞാൻ എടുക്കണില്ല. ഞാനിങ്ങനെ കഴിക്കാറ്. എനിക്ക് കറിയും വലിയ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ, ഞാൻ കുറച്ച് നേരം അങ്ങനെ ആ സോഫയിൽ വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനിത് ഇന്നലെ വായിച്ചതാട്ടോ. ഇന്നലെ കുറച്ചൊക്കെ വായിച്ച് വെച്ചതായിരുന്നു. റാം കെയർ ഓഫ് ആനന്ദി. ശരിക്കും ഇത് കുറേ മുന്നേ ഇറങ്ങിയ ബുക്കാണ്. പക്ഷെ എനിക്ക് ഇതുവരെ വായിക്കാൻ പറ്റില്ല. എനിക്ക് ഇവിടെ നിന്നും കിട്ടില്ല. ഞാൻ എൻ്റെ മേമാട് ചോദിച്ചിരുന്നു. പക്ഷെ മേമ ആർക്കൊക്കെ കൊടുത്തൊക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് വായിക്കാൻ കരുതി. ഞാൻ ഇത് കുറച്ച് വായിച്ചിരുന്നു ഇന്നലെയാണ് എനിക്ക് ബുക്ക് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ സ്റ്റോറി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയും ഒക്കെ ആയിട്ട് സെറ്റ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ ചായ ഉണ്ടാക്കി. ഉമ്മ മറ്റേ തട്ടുകടിയിലൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ചായ ക്ലാസ് ഇങ്ങനെ ഇതാക്കിയിട്ടും അങ്ങനെ ഒന്ന് മെയിനാവാൻ നോക്കിക്കുകയാണ്. ഞാൻ പിന്നെ ചായക്ക് എന്ത് കഴിക്കും എന്ന് കരുതി നിൽക്കുകയായിരുന്നു. എണ്ണക്കടി ഉണ്ടാക്കാൻ വയ്യ, നല്ല മടിയാണ്. അപ്പോൾ നമ്മൾ മിക്സർ ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ നൂഡിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും എടുത്തില്ല. പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തില്ല. നമ്മൾ മിക്സർ എടുത്തു. മിക്സറും ചായ നല്ല വൈബല്ലേ. പിന്നെ ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ, ഈവനിങ് ചായൻ്റെയും മിക്സറിൻ്റെ ഒക്കെ ഒരു രസം. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടും കൂടിയാണ് ഞാൻ മിക്സറും ചായയും എടുക്കുന്നത്. അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്തൊന്ന് മിക്സർ പാത്രത്തിലേക്ക് കൊട്ടി. ശരിക്കും ഈ മിക്സർ പാക്കറ്റ് ഞാൻ ഒരാഴ്ച പോലും ആയിട്ടുണ്ടാവില്ല വാങ്ങിയിട്ട്. പക്ഷെ ഞാനത് ഫുള്ള് കഴിച്ചിരിക്കണം. ഇത്രയും ഞാനാണ് തിന്ന് കഴിച്ചിരിക്കണത്. അങ്ങനെ നമ്മൾ മിക്സറും ചായയൊക്കെ എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് പോവുക കേട്ടോ. മഴയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ചായയും മിക്സറും കുടിക്കുകയും അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇതൊക്കെ ഇട്ട വീഡിയോസാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കരുതിയിട്ട് ഇതിൽ ആഡ് ചെയ്തൊക്കെയാണ്. അങ്ങനെ ഞാനും അമ്മയും ചായ കുടിച്ചു. അങ്ങനെ ചായയും കുടിച്ചിട്ട് ഞങ്ങൾ നീ എന്താ ഇത്ര നേരമായിട്ടും വരാത്തത് പറഞ്ഞിരിക്കുന്നു. അവൾ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് അവൾ ഇപ്പോൾ വൈകുന്നേരമായിട്ടും വന്നിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ സോഫയിൽ വന്നിരുന്നു കേട്ടോ. അപ്പോഴാണ് ഒരാൾ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് വരുന്നത്. അവൾക്ക് ബസ് കിട്ടിയില്ല അത്ര, അങ്ങനെ ഒരു വഴുകിയിരിക്കുന്നു. അങ്ങനെ നീയ വരിയിലെത്തി. ഞാൻ അവളോട് എന്തൊക്കെയാണ് അവിടെ ഫുഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയാണ്. പോളാളൊന്നും പറയണില്ല, ഒരു കുരിപ്പാണ്.
പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ പൂച്ചക്കുട്ടൻ വന്നത് ആൾക്ക് തണുക്കണോണ്ട് പുതപ്പൊക്കെ വെച്ചെടുത്തേക്കായിരുന്നു. ചന്ദ്ര എന്തോ ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? അങ്ങനെ ഞാൻ പൂച്ചക്കുട്ടന് ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം റൂമിൽ കയറി കിടന്നു. എന്നിട്ട് പിന്നെ നീച്ച് നോക്കിയപ്പോൾ ഇമ്മാനും നിയനും കാണാനില്ല. അപ്പോൾ അങ്ങനെ ഓലെ തെരഞ്ഞ സെബിക്കാക്കുട്ടോർക്ക് പോയി. ഓല് മിക്കവാറും അവിടെ തന്നെ കാരം എവിടേക്കെങ്കിലും പോയിക്കണമെങ്കിൽ. അപ്പം ഞാൻ അവിടേക്ക് പോയി നോക്കി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ മമ്മിയും ഇമ്മയും വർത്താനം പറയായിരുന്നു. അപ്പോഴാണ് ഗൈസ് ഞാൻ ഒരു കാര്യം കണ്ടത്. ഈ കുട നോക്കൂ, നല്ല വലിയൊരു കുട. ഇത് സെബിക്കാക്കൂൻ്റെ കുടയും ഇട്ടോ, നല്ല വലിപ്പമുണ്ട്. ഒരു 5 ആൾക്ക് ഒക്കെ നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിൽ. പിന്നെ എൻ്റെ മോൾ ഭാഗം വരുന്നൊക്കെ 2 ലെയറായിട്ട്. വീണ്ടും നിങ്ങളോ? വാവ്, സൂപ്പർ. ഇതാണ് ഷെയ്സാൻ്റെ ഹോം മെയ്ഡ് സ്ലൈഡ് ആൻഡ് എയർ ബാൻഡ്. ഹോം മെയ്ഡാണ് അല്ലേ? വ്ളോഗാണ്. വ്ളോഗിൽ ഷെയ്സാൻ കൊടുത്തിട്ടെ. ഇതാ ഷെയ്സൊക്കെ അവിടെ എടുത്തിട്ടോ. കണ്ടോ, ഷെയ്സാനിൽ കുറേ അടിപൊളി സാധനങ്ങളുണ്ട്. ഇതെന്താ, നെയിൽ പോളിഷോ, ക്യൂടെക്സ്, ഗമ്മ്, പിന്നെ എന്തൊക്കെ. ഓ, എൻ്റെ രാജാവിൻ്റെ കുപ്പായ എടുത്തു. ഞാനത് നീ ശരിയാക്കി കൊടുത്തു. ഇതൊക്കെ ഷെയ്സാക്ക് കിട്ടിയതാണ് കേട്ടോ. ഇത് പിന്നെ ഷെയ്സാക്ക് നീ ഉണ്ടാക്കി കൊടുത്ത പെന്ന്, സ്റ്റാർ പെൻ. വാവ്, ഷെയ്സാൻ്റെ ബോക്സ് ആണ് ഫുൾ ഓഫ് സ്റ്റിക്കേഴ്സൊക്കെ പറ്റിക്കപ്പെട്ട സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഇതാണ് ഷെയ്സാൻ്റെ ക്ലേ. ഓളിതുകൊണ്ട് കളിക്കുകയാണ്. ഇതെന്താ ഇപ്പം ഉണ്ടാക്കിയത്? എല്ലാതും ഉണ്ടാക്കുമോ? ഇതാ അതിന് കുറേ മോൾഡൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് ഞങ്ങളൊരു ചലഞ്ച് ചെയ്തിരുന്നു അല്ലേ? അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടുക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ വീട്ടിൽ പോവാട്ടോ തിരിച്ച്. പിന്നെ ഇത് ഷെയ്സർക്ക് കിട്ടിയ ഫ്രെയിംസ് ഉള്ള പുറത്ത്. ഷെയ്സ് ബൈ പറയൂ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് സെബിക്കാക്കുവിനോട് നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിലെത്തി നിസ്കരിച്ച് ഖുർആനും ഓതി. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കുറേ കട്ട് ചെയ്തിട്ടാണ്. കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചണമൊന്നുമില്ല. എന്നാൽ തന്നെ അത്യാവശ്യം ലോങ്ങാണ് വീഡിയോ. ഞാൻ ലോങ് ആവണ്ട കരുതിയിട്ടാണ് ഒക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി കാണിക്കുന്നത്. അങ്ങനെ ഞാനൊരു ബിസ്ക്കറ്റ് കഴിച്ചു. എന്നിട്ട് പിന്നെ സോയമോൾക്ക് വിളിച്ചത്, പക്ഷേ ഓള് പുറത്ത് വയ്ക്കുമായിരുന്നു. പിന്നെ സൊപ്പ് പഠിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ സോയനെ കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഷെയ്സിയും നീയും ഹോളിലിരുന്ന് TV കണ്ടിട്ടാണ് ഫുഡ് കഴിച്ചത്. ഞാൻ ഞങ്ങളെ അടുക്കളയിലത്തെ ടേബിളിൽ ഇരുന്ന് കഴിച്ചു. ഇന്ന് മന്തി ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. പിന്നെ മയോണൈസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് കഴിക്കാറില്ല. അങ്ങനെ ഞാൻ മന്തിയൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ച് കട്ടിൽമ വന്ന് കിടന്നു. ഇത്രയുള്ള അപ്പോൾ ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും നമ്മളെ വീഡിയോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.